സോ തമിഴ്നാട്ടിലും കേരളത്തിലും ഏതൊരു ക്യാൻസറുകളാണ് സാധാരണയായി കാണപ്പെടാറുള്ളത്? ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ ക്യാൻസറുകൾ എല്ലാ സ്ഥലങ്ങളിലും ഒരേ തരം ക്യാൻസറുകളല്ല, ഒരേ സംഖ്യയുമല്ല. അപ്പം വളരെ അത് മാത്രമല്ല, ഇത് പീരിയോഡിക്കായിട്ട് മാറുകയും ചെയ്യും. കാരണം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ PBCR മാനേജ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ആ വിഭാഗം പലപ്പോഴും എനിക്ക് അവരെ സന്ദർശിക്കാനും അവരുമായിട്ട് ചർച്ച നടത്താനും അവിടുത്തെ ഫാക്ട്സ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ക്യാൻസറിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ഡെക്കേഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം സ്ത്രീകളിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന രണ്ടാമത്തെ ക്യാൻസർ കാർസിനോമ സർവിക്സ് ആണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അത് വളരെ താഴെ പോയി. കേരളത്തിൽ അത് 5-ാമതോ 6-ാമതോ കഴിഞ്ഞിട്ടേ ഉള്ളൂ കാർസിനോമ സർവിക്സ്. എന്നാൽ കാർസിനോമ ബ്രസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് ഒരു വർഷം 50,000-ത്തോളം ക്യാൻസറുകൾ നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് ഈ PBCR പറയുന്നത് ഒരു 1,00,000 പേരിൽ എത്ര പേർ ക്യാൻസർ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പം വളരെ സിമ്പിളാണ്. അതായത് റൂറൽ 50, അർബൻ 100, മെട്രോസ് 150. അപ്പം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മിക്ക സ്ഥലങ്ങൾ അർബനൈസ്ഡ് ആണ്. അപ്പോൾ എവിടെ പോയാലും 1,00,000 പേരിൽ 150 പേർക്ക് ASR, ഏജ് സാനിറ്റൈസ് റേറ്റ് ഓഫ് ക്യാൻസർ ഉണ്ട് അവിടെ കേരളത്തിൽ. പക്ഷേ തമിഴ്നാട്ടിലെ വില്ലേജിൽ പോയി കഴിയുമ്പോഴത്തേക്കും അത് 50 ഉള്ളൂ. എന്നാൽ ചെന്നൈ പോകുമ്പോഴത്തേക്കും കേരളത്തിനകത്ത് റേറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു വ്യതിയാനം എല്ലായിടത്തും ഉണ്ട്. പിന്നെ കോമൺ ക്യാൻസർ എന്ന് പറയുമ്പോൾ അതും വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആണുങ്ങളിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ലങ് ക്യാൻസറാണ്. രണ്ടാമത് ഓറൽ ക്യാൻസറാണ്. എന്നാൽ നമ്മൾ നേരെ മലബാറിൽ പോയി കഴിയുമ്പോഴത്തേക്കും ലങ് ക്യാൻസർ കഴിഞ്ഞ് അടുത്ത് വരുന്ന സ്റ്റൊമക് ക്യാൻസറാണ്. അപ്പം അതിന് പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് കാണും, ചിലപ്പം പിന്നെ നമ്മുടെ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ് കാണും, ചിലപ്പോൾ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് കാണും. ആ ഒരു വ്യതിയാനമുണ്ട്. അപ്പം അതിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോസ്പെരിറ്റി കൂടുമ്പോഴത്തേക്കും ചില ക്യാൻസറുകൾ കുറയും. അപ്പം സെർവിക്കൽ ക്യാൻസറിൻ്റെ സംഖ്യ കുറയും, ഓറൽ ക്യാൻസർ കുറഞ്ഞതിന് സാധ്യതയുണ്ട്. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ക്യാൻസർ കൂടും. എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ സംഖ്യ കൂടും, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സംഖ്യ കൂടും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ കേരളവും തമിഴ്നാടും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ പിന്നെ സെർവിക്കൽ ക്യാൻസർ ആണ് തമിഴ്നാട്ടിലുള്ളത്. പക്ഷേ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ വരുന്നത് പിന്നെ തൈറോയ്ഡ്, ഓവർ, ഇതൊക്കെ കഴിഞ്ഞിട്ട് സെർവിക്കൽ ക്യാൻസർ വരുന്നത്. അപ്പം അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന വസ്തുത കോളറക്ടൽ ക്യാൻസർ എല്ലായിടത്തും കൂടി വരുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ലാസ്റ്റിൽ PBCR വന്നപ്പോഴത്തേക്കും മെയിൽസിലും ഫീമെയിൽസിലും മൂന്നാമത് വന്നിരിക്കുന്ന ക്യാൻസർ കോളറക്ടൽ ക്യാൻസർ.